എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വിചാരണയുടെ മറ്റൊരു പുതിയ ലക്കമാണ്. കേരള സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തോടുകൂടി അതിൻ്റെ പ്രചരണ കോലാഹലങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നിശബ്ദമായ പ്രചരണമാണ് എന്നാണ് വെപ്പ്. നിശബ്ദമായ പ്രചരണം ഒരു ദിവസമുണ്ട്. തൊട്ടടുത്ത ദിവസം 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. അടുത്ത 5 വർഷക്കാലം കേരള സംസ്ഥാനം ആരു ഭരിക്കണം എന്ന് വിധിയെഴുതാൻ വേണ്ടിയുള്ള ഒരു പോക്കാണത്. അപ്പോൾ അതിനിടയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കർക്കശമായ നിലപാടുകൾ എടുത്തതുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് കേരളീയർക്ക് പ്രചരണം എന്ന കോലാഹലത്തിന് ഒരു തീർപ്പുണ്ടാവുന്നത്. സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നൊരു തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ കോലാഹല ബഹളങ്ങളൊന്നും ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ അതിശക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതുകൊണ്ട് അതുകൊണ്ടൊന്നു മാത്രമാണ്. അപ്പോൾ അങ്ങനെ പലതും നമ്മുടെ നാട് സഹിച്ചു. അക്കൂട്ടത്തിൽ സാധാരണ മതേതരമായും മത ഇതരമായും ജനാധിപത്യപരമായും അവനവൻ്റെ ഈശ്വരവിശ്വാസവും ദൈവസങ്കല്പങ്ങളുമൊക്കെ ഉള്ളിലൊതുക്കി അത് ഒരു സമൂഹത്തിൽ ഒരാപത്തുണ്ടാക്കരുത് എന്നുള്ള ഒരു കരുതൽ നടത്തി അങ്ങനെ ജീവിച്ചു പോകുന്ന കോടാനുകോടി ജനതയുടെ ഒരു നാട് കേരളം അതുകൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ കരുതുന്നു. അതായത് ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനത്തെ അധികാരം പിടിച്ചെടുക്കാനുള്ള കുറുക്കുവഴിയായി പരിണമിപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിലെ ഒരു കൂട്ടം ആളുകൾ, ഒരു വിഭാഗം, ഒരു സമൂഹം മതമാണ് 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 പ്രശ്നമെന്ന് പറഞ്ഞ് തെരുവിലിട്ട് അലക്കുന്ന ഒരു കാഴ്ച. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ സമുദായം, ഞങ്ങൾക്ക് മാത്രം രക്ഷ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് സംഘടിതരാകണം, ഞങ്ങൾക്ക് സമ്പന്നരാകണം, അതുകൊണ്ട് ഭരണം ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നാം കേട്ടുവരുന്ന പല്ലവി വളരെ അക്ഷരസ്ഫുടതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ നാളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ മത ഇതരമായി ചിന്തിക്കുന്ന, ജനാധിപത്യപരമായി ചിന്തിക്കുന്ന, അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ ദൈവസങ്കല്പം അവനവൻ്റെ വീടുകളിൽ മാത്രം ഒതുക്കി അയൽവാസികൾക്ക് പോലും മറ്റുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതി ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങളുടെ മേൽ കുതിര കയറിക്കൊണ്ട് അവരങ്ങനെ ആർത്തു വിളിച്ചു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത ജനാധിപത്യമാണോ, മതേതരത്വമാണോ, സാമുദായിക സ്പർദ്ധയാണോ, ഒരു സമുദായത്തിൻ്റെ വിജയമാണോ എന്നതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയണമെങ്കിൽ, നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം മെയ് 4 വരെ കാത്തിരിക്കണം. 1957 കേരള സംസ്ഥാനം രൂപീകരിച്ച നാളുകൾക്ക് ശേഷം നാളിതുവരെ കാണാത്ത കാഴ്ചകളാണ് ഈ മതം അലക്കൽ കൊണ്ട് കേരള സംസ്ഥാനം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ പോലും കേൾക്കുന്നത്, കാണുന്നത്, സഹിക്കുന്നത്. മതം അത്രമേൽ ശക്തമായിരിക്കുന്നു ഒരു സമൂഹത്തിൻ്റെ മേൽ, അത്രമാത്രം ശക്തിയോടുകൂടി അത് പിടികൂടിയിരിക്കുന്നു. അപ്പോൾ ആരാണ് ഇതിനൊക്കെ കാരണക്കാർ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതേക്കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് നാം ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ പോയതുകൊണ്ട് പ്രയോജനവുമില്ല. അതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള
പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള അധികാരം ജനസേവനത്തിനാണ് എന്നൊക്കെ വെപ്പാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംസ്ഥാനം ഭരിച്ചുപോയ ഓരോ കക്ഷികളും ഓരോ മുന്നണികളും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജനതയ്ക്കും ഉണ്ടാക്കിയ കോടാനുകോടി രൂപയുടെ അഴിമതിയുടെ നാറിയ കഥകൾ, കാലിയാക്കപ്പെട്ട ഖജനാവിൻ്റെ ഗദ്ഗതങ്ങൾ, ഇതൊക്കെ നാം കേട്ടുപോയതാണ്. അപ്പോൾ ലെവനാണ് ശരി, കുശനാണ് ശരി എന്നൊക്കെ ഇവിടെ ഇരുന്ന് നാം വിലയിരുത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ലെവനായാലും കുശനായാലും സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, ഖജനാവ് കാലിയാക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ അഴിമതി പ്രശ്നമല്ല, കാലിയാക്കപ്പെട്ട ഖജനാവിനെക്കുറിച്ച് ചർച്ചയില്ല. മെയ് 4 ശേഷം കേരളം എങ്ങനെ ജീവിച്ചു പോകണം എന്നതിനെക്കുറിച്ച് സംവാദമില്ല, ചർച്ചയില്ല. ചർച്ച ചെയ്യുന്നതൊക്കെയും മതമാണ്, മതമാണ്, മതമാണ്. നമ്മുടെ വേങ്ങര നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരനായ നേതാവ് KM ഷാജി തുടക്കമിട്ട ഒരു ആശയ സംഹിതയാണ് ഈ മതം മതം മതം. അയാളത് പച്ചയായി പറഞ്ഞു. അയാളത് കൃത്യമായി വളരെ ഭംഗിയോടുകൂടി പച്ചയായി പറഞ്ഞു. കേരളത്തിൻ്റെ സാംസ്കാരിക മുഖത്തേക്ക് അയാൾ കാർക്കിച്ചു തുപ്പി. ആ തുപ്പൽ കേരളീയ സമൂഹം ഏറ്റുവാങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം പൂർത്തിയാവുകയാണ്. അയാളിപ്പോൾ മത്സരിക്കുന്നത് അയാളുടെ മതം മാത്രമുള്ള, അയാളുടെ മതത്തിലെ ആളുകൾ മാത്രമുള്ള ഒരു പ്രദേശത്തല്ല, കേരള സംസ്ഥാനത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ്. പച്ചയ്ക്ക് പരസ്യമായി മതമാണ് 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 എൻ്റെ പ്രശ്നം, എൻ്റെ പ്രശ്നം എൻ്റെ സമുദായമാണ്, എൻ്റെ സമുദായത്തിൽ ഒട്ടനവധി സംഘടനകളും മറ്റു സമൂഹങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒത്തുപിടിക്കും, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം UDFിലൂടെ ഞങ്ങൾ തിരിച്ചുപിടിക്കും, അത് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞ ആ വിദ്വാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയമസഭാ മണ്ഡലത്തിൽ മതേതരമായി ചിന്തിക്കുന്ന ഒരു ജനതയോടുകൂടി വോട്ടഭ്യർത്ഥിക്കുന്നു. അവിടെ വലിയ ആൾക്കൂട്ടമാണ്. വലിയ രീതിയിലുള്ള പ്രചരണ കോലാഹലങ്ങളാണ് വേങ്ങര നിയമസഭാ മണ്ഡലത്തിൽ ഈ നിമിഷം വരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ലീഗിൻ്റെ കോണിച്ചിഹ്നത്തിൽ ഷാജി അവിടെ മത്സരിക്കുന്നു. KM ഷാജി. ആർക്കെങ്കിലും പരാതിയുണ്ടോ? അവിടെയുള്ള വോട്ടർമാർക്ക് ഇത്ര വർഗീയ ധ്രുവീകരണം നടത്തിയ ഒരു വ്യക്തിയെ ഒരു സ്ഥാനാർത്ഥിയായി കിട്ടിയതിൻ്റെ ചാരിതാർത്ഥ്യമാണോ അതോ പരാതിയാണോ എന്താണുള്ളത് എന്ന് ഇതുവരെയും നമുക്ക് വ്യക്തമല്ല. ഷാജിയുടെ പ്രചരണ പരിപാടികളിൽ വലിയ ആൾക്കൂട്ടം സൃഷ്ടിക്കപ്പെടുന്നു, വലിയ ഗായകരെത്തുന്നു, വലിയ ഗാനമേളകൾ ഉണ്ടാകുന്നു. കേരളം സാംസ്കാരിക സമ്പന്നമാണ്, അത് പോകട്ടെ. അപ്പോൾ ഈ വിഷയത്തിന് തുടക്കമിട്ടത് ഷാജി ആണ് എന്ന് പറഞ്ഞു വരികയായിരുന്നു ഞാൻ. പക്ഷേ ഷാജി ആണ് എന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു നാരിമണി അങ്ങ് കാസർഗോഡ് ജില്ലയിൽ മൊഗ്രാൽ പുത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമപഞ്ചായത്തിൽ അവിടെ ഉദയം ചെയ്തിരുന്നു എന്നുള്ളതാണ് വ്യക്തമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഷാജി പിന്നീട് വന്നു എന്നാണ് അതേക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് വ്യക്തമാവുക. ആയിഷ ഫർസാന മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമാണ്, വനിതാ ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ആ സ്ത്രീ നടത്തിയ പ്രസംഗം അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1975
ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഏതാണ്ട് 50 വർഷത്തോളമായി, 50 വർഷം കഴിയാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ 1980കളിലും 90കളിലും ഒന്നും ഞാനൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും മനുഷ്യരെക്കുറിച്ചായിരുന്നു. ഞാൻ കണ്ടതൊക്കെയും മനുഷ്യരായിരുന്നു. എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ കുടുംബവുമായി അടുത്തിടപഴകുന്ന സുഹൃത്തുക്കൾ, ഇവരൊക്കെ മനുഷ്യരായിരുന്നു. ഞാൻ അവരെ മനസ്സിലാക്കിയത് മനുഷ്യർ എന്ന രീതിയിലാണ്. പക്ഷെ അവർക്കെല്ലാം പല പേരുകളായിരുന്നു. ആ പേരുകളിൽ പലതും ഇസ്ലാമിക നാമങ്ങളായിരുന്നു. അവരൊക്കെ ആ വീടിൻ്റെ അയൽവാസികളായിരുന്നു. അവരൊന്നും ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാത്ത കുറേ വാക്കുകൾ ഞാൻ ഈ ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ പുതിയ വാക്കുകൾ എൻ്റെ ശബ്ദധാരാവലിയിലേക്ക് വരുന്നു. എൻ്റെ നിഘണ്ടുവിലേക്ക് ഞാൻ എടുക്കുകയാണ്. എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. എന്താണ് മുഅമിൻ, മുനാഫിക്ക്, കാഫിർ. കാഫിർ പണ്ടേ നമുക്ക് കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആയിഷ ഫർസാന എന്ന് പറയുന്ന നാരിമണി അവിടെ മത്സരിക്കുന്ന സ്വന്തം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹവും മുസ്ലിമാണ്. പക്ഷെ അയാൾ വിശ്വാസിയല്ലത്രേ. അയാൾക്ക് ദൈവവും പടച്ചവനും ഒന്നും അയാൾക്ക് ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് അയാൾ മുനാഫിക്കാണ്, കപടവിശ്വാസി. കപടവിശ്വാസി കാഫിറാണ്. ഇതൊക്കെയാണ് ആ സ്ത്രീ ഒരു പൊതു യോഗത്തിൻ്റെ ഒരു പൊതുവേദിയിൽ ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരെ സംബോധന ചെയ്യുന്നത്. കാസർഗോഡ് കേരളത്തിലാണല്ലോ. കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണല്ലോ ഈ മലപ്പുറം ജില്ലയിലുള്ളത്. ബഹുമാനപ്പെട്ട ഒരു നേതാവ് പോലും ആ കാലഘട്ടത്തിൽ ഇത്തരം വാക്കുകൾ, വാചകങ്ങൾ പൊതുസമൂഹത്തിൽ സംസ്കാരശൂന്യമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ നാരീമണിയോട് പറഞ്ഞു കൊടുത്തില്ല. എന്താണ് ഉദ്ദേശിക്കേണ്ടത്? പറയട്ടെ, നാരീമണി പറയട്ടെ, പുലമ്പട്ടെ, കേരളം കേൾക്കട്ടെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് പഠിച്ച് വശംവദരാകുന്നത്. ഇതൊക്കെയാണ്. അവസരം വരുമ്പോൾ ഞങ്ങളത് പുറത്തേക്ക് ഛർദ്ദിക്കും. നിങ്ങൾ കേട്ടുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ ആയിഷ ഫർസാന, KM ഷാജി, ഇവരൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ വക്താക്കളാണ്. ഇവരൊന്നും ചെറിയ മീനുകളല്ല. ഇവരൊക്കെ വലിയ മീനുകളാണ്. ഇവരുടെയൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സാമുദായിക സ്നേഹം, അന്യമതസ്ഥനോടുള്ള വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ ഒരു അധികാര പ്രക്രിയയുടെ, ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നാളുകളിൽ അങ്ങനെ ഛർദ്ദിച്ച് പുറത്തേക്ക് വരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് ഇവരൊക്കെ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ കേരളത്തിലെ UDF സംവിധാനത്തിനും LDF സംവിധാനത്തിനും നാളിതുവരെ ഇതൊന്നും മനസ്സിലായ മട്ടേയില്ല. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കേരള സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി പുറത്തേക്ക് വരുന്നത് പേരാമ്പ്ര നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥി, UDFന് വേണ്ടി ഒരു പുതിയ സ്ഥാനാർത്ഥി അവതരിക്കുന്നു. എന്താ, ഒരു തെഹലിയ, ഒരു ഫാത്തിമ തെഹലിയ സ്ഥാനാർത്ഥിയല്ലേ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ലേ, മത്സരിക്കട്ടെ, ജയിക്കുമെങ്കിൽ ജയിക്കട്ടെ, തോൽക്കട്ടെ, അതാണല്ലോ രാഷ്ട്രീയം. ഒരു വർഷം മുമ്പ് നടന്ന ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഇതുപോലൊരു താരോദയം വന്നു. ഷാഫി പറമ്പിൽ. അന്നും ഇന്നാട്ടിലെ ജനങ്ങൾ പറഞ്ഞത്, ഒരു നേതാവല്ലേ, ഒരു ചെറുപ്പക്കാരനല്ലേ,
വരട്ടെ, മത്സരിക്കട്ടെ, ജയിക്കുമെങ്കിൽ ജയിക്കട്ടെ, സന്തോഷം. പേരാമ്പ്രയുടെയും വടകരയുടെയും മണ്ണ് കാഫിറിൻ്റെ മനസ്സല്ല. ഞാൻ പറഞ്ഞല്ലോ, അരനൂറ്റാണ്ടായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്നെ സംബന്ധിച്ച് നാനാജാതി മതസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത്തരം വാക്കുകളൊക്കെ ഇതാദ്യമായാണ് അകത്തേക്ക് ഞാൻ വലിച്ചു കയറ്റുന്നത്. ഞാനങ്ങനെ കേട്ടിട്ടില്ല, എനിക്കങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് പുതിയ ഒരു തരംഗം കൂടി ഉണ്ടാവുകയല്ലേ. ഇന്നലെ വരെ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്ന ആളുകൾ വിശ്വാസികളല്ലാത്ത ജീവിക്കുന്ന എന്നെപ്പോലുള്ള ആളുകളെ മനസ്സിനുള്ളിൽ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? അതൊരു സ്വാഭാവികമായ സംശയമല്ലേ? ഇത്രമേൽ വംശീയ ആധിപത്യം മനസ്സിനുള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിന് പുണരാൻ വേണ്ടി സാധിക്കുക? അവരെ എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ വേണ്ടി സാധിക്കുക? അത്തരമൊരു ചോദ്യം നമ്മെപ്പോലെയൊക്കെയുള്ള ആളുകൾക്കുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഗതികൾ പോലും മതപരമായി കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഉണ്ടാവുമ്പോൾ അത് വലിയ ചർച്ചയാക്കപ്പെടുന്നത്. പറയുന്ന ആളുകൾക്ക് കാസർഗോഡ് നിന്നും, വേങ്ങരയിൽ നിന്നും, അഴീക്കോട് നിന്നും എവിടെ വെച്ച് വേണമെങ്കിലും പറയാം. കാരണം വിവരമില്ല, ബുദ്ധിസ്ഥിരതയില്ലാത്തത് കൊണ്ട് സമുദായ ഭ്രമം, സമുദായം മാത്രം തലച്ചോറിനുള്ളിൽ ആകർഷിക്കപ്പെട്ട ആളുകൾക്ക് എന്ത് തോന്നിവാസവും എവിടെ വെച്ചും പറയാം. പക്ഷെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ തലച്ചോറിനേൽക്കുന്ന വലിയൊരു ക്ഷതമാണ്. ഇങ്ങനെയുള്ള ആളുകൾ അധിവസിക്കുന്ന നാട്ടിലാണല്ലോ നാം ഒക്കെ ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ, അത് വലിയ ഒരു മാനസിക പ്രയാസം തന്നെയാണ്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് കൃത്യമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറും. അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മതധ്രുവീകരണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അറിയാമെങ്കിലും, ഇനി അറിയാതെയാണെങ്കിലും, നാളിതുവരെ സംസ്ഥാനം ഭരിച്ച UDF-നും LDF-നും ഇടതു വലതു മുന്നണികൾക്ക് ഈ കൂട്ടരെ തിരിച്ചറിയാൻ കഴിയാത്ത അന്ധന്മാരായി പോയി എന്നുള്ളതാണ് ഈ അപകടമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് നാളുകളിൽ തന്നെ കൃത്യമായി നാം കണ്ടു. SDPI, വേറൊരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, മറ്റൊരു ഭാഗത്ത് കാന്തപുരം AP സുന്നി, വേറൊരു ഭാഗത്ത് ലീഗിൻ്റെ സമസ്ത ജിഫ്രി തങ്ങൾ. ലേലം വിളിയാണ്, ലേലം വിളി. ഇരു മുന്നണികളും ലേലം വിളിയാണ്. ഇവരുടെയൊക്കെ ആവാസ കേന്ദ്രങ്ങളിൽ സംസ്ഥാനത്തെ ഇടതു വലതു മുന്നണിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ക്യൂ നിൽക്കുന്നു അവരുടെ ആശീർവാദത്തിന് വേണ്ടി. വോട്ട് ബാങ്കാണ്. അപ്പോൾ അവരുടെ വോട്ട് വേണമെങ്കിൽ അവർക്കെന്തും പറയാം, എങ്ങനെയും പ്രവർത്തിക്കാം. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇപ്പോൾ നമുക്ക് UDF-ലേക്ക് തന്നെ വന്നാൽ, സംസ്ഥാനത്ത് വലിയൊരു UDF-ന്റെ വിജയത്തിലേക്കുള്ള ഒരു തരംഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വടകര പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്ന ഷാഫി പറമ്പലിനെ പോലെയൊക്കെയുള്ള ആളുകൾ അങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തരംഗം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടോ? സത്യത്തിൽ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ കേരളത്തിലുണ്ടോ? സംസ്ഥാനത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിയാൽ വേറെ ഏതൊരു നേതാവിനാണ് ജനക്കൂട്ടത്തെ, ജനസമൂഹത്തെ ആകർഷിക്കാൻ വേണ്ടി UDF-നകത്ത് സാധിച്ചത്? പക്ഷെ മാധ്യമങ്ങൾ പറയുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു, അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാഫിക്ക് മാത്രമാണ്. ഞാനത് അംഗീകരിക്കുന്നു. ഷാഫി തന്നെ പറയുന്നു, പേരാമ്പ്ര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തി ഷാഫി തന്നെ പ്രസംഗിക്കുന്നു. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളിലായി കേരളത്തിനകത്തുള്ള 10-14 ജില്ലകളിൽ ഓടി നടന്ന് UDF-നും ഐക്യജനാധിപത്യ മുന്നണിക്കും വേണ്ടിയുള്ള ഞാൻ അതിൻ്റെ പ്രചരണത്തിലാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പുണരമെന്നൊക്കെ ഷാഫി സംസാരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം. ആരാണ് ഷാഫി? കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും AK ആൻ്റണിയുടെയും വയലാർ രവിയുടെയും ഒക്കെ ഒരു ചരിത്രം സമീപകാലത്ത് തന്നെ അവകാശപ്പെടുന്ന ഈ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലേക്ക് KM ഷാഫി, ഈ ഷാഫി എന്ന് പറയുന്ന, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ
ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി കടന്നു വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് 100% ശരിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഷാഫിയെ പോലെയുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇതേ കോൺഗ്രസിലുണ്ടല്ലോ. അവരൊക്കെ എവിടെ? അവർക്കൊന്നും കിട്ടാത്ത ഒരു പരിവേഷം എങ്ങനെയാണ് ഈ 14 ജില്ലകളിൽ ഓടി നടന്ന് വോട്ടർമാരുമായി സംവദിക്കാനുള്ള നേതൃത്വം ഷാഫിക്ക് കിട്ടിയത്? ആരാണ് ഷാഫിയെ ഏൽപ്പിച്ചത്? സതീശനാണോ? സുധാകരനാണോ? ചെന്നിത്തലയാണോ? ഇനി AICC ആണോ? ഹൈക്കമാൻഡാണോ? വേണുഗോപാലാണോ? രാഹുൽ ഗാന്ധിയാണോ? ആരുമല്ല. നട്ടലുള്ള ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ, മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കേരളത്തിലുണ്ടെങ്കിൽ പത്രക്കാർ ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കണമായിരുന്നു. പക്ഷെ ആരും ചോദിക്കുന്നില്ല. അവർ അങ്ങനെ ഒരു വീരപുരുഷനെ പോലെ ഷാഫിയെ എങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഷാഫി എങ്ങനെയാണ് വടകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത്? ഷാഫി വടകര മത്സരിക്കുന്ന ഘട്ടത്തിൽ മുരളീധരൻ സിറ്റിംഗ് MP ആയി വടകരയിലുണ്ട്. ഏതാണ്ട് 1,00,000-ൽ പരം വോട്ടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് P. ജയരാജനെ പരാജയപ്പെടുത്തി മുരളീധരൻ പാർലമെന്റ് അംഗമായി നിൽക്കുന്ന സ്ഥലമാണ് വടകര. ആ വടകരയിൽ അന്ന് മുരളീധരനെ മാറ്റി ഷാഫിയെ പ്രതിഷ്ഠിക്കേണ്ട ഘടകം എന്തായിരുന്നു? അതിൻ്റെ സന്ദർഭം എന്തായിരുന്നു? സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമില്ല എന്ന് മുരളീധരൻ ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിരുന്നു? ഫൈറ്റ് ഇഞ്ചോടിഞ്ചും പോരാട്ടം നടക്കുന്ന BJP അതിശക്തമായി നിൽക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മുരളീധരനെ പറിച്ചു നടാൻ പര്യാപ്തമാക്കിയ ഘടകം എന്തായിരുന്നുവെന്ന് UDFിൻ്റെ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അത് ഷാഫിക്ക് വേണ്ടിയായിരുന്നു. ആരാണ് അതിന് ചുക്കാൻ പിടിച്ചത്? കോൺഗ്രസ് ആണോ? കോൺഗ്രസിന് അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വലം കൈ പിടിച്ച് നേതാവായി വന്ന ആളാണ് ഷാഫി എന്നൊക്കെയുള്ളത് സത്യം, അതൊരു യാഥാർത്ഥ്യം. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തിന് ശേഷമാണ്. അപ്പോൾ ഷാഫി വടകര മണ്ഡലത്തിലേക്ക് ആഗതനായതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, മതം തന്നെയാണ്. ഇന്ന് പരാമർശിക്കപ്പെടുന്ന ഇസ്ലാമിസ്റ്റുകളായ എല്ലാ സംഘടനകളും, AP സുന്നി, EK സുന്നി, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, STPI തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും ആശീർവാദത്തോടുകൂടി, പിൻബലത്തോടുകൂടിയാണ് ഷാഫിയെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അല്ലെന്ന് പറയാൻ കോൺഗ്രസിനാവുമോ? അതിന് ചുക്കാൻ പിടിച്ചത് മുസ്ലിം ലീഗാണ്. അക്കാലത്തൊരു പ്രചരണം കൂടി കേട്ടു, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ ഷാഫി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന്. തള്ളിക്കളയാനാവില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ആ സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം കേരളത്തിലെ UDF സംവിധാനത്തിനെ ഈ ഇസ്ലാമിക സംഘടനകൾ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രധാന നേതൃത്വം ഇന്ന് UDFന് കേരളത്തിലില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മെയ് 4-ന് ശേഷം, വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം UDFന് അധികാരം കിട്ടുന്ന ഒരു ഘട്ടം വന്നാൽ ഈ മതം അവിടെ കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതേ അവസ്ഥ തന്നെയാണ് ഈ പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ ഇപ്പോൾ നിലവിലുള്ള ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ ഫാത്തിമയുടെയും കാര്യത്തിൽ സംജാതമായിരിക്കുന്നത്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന UDFുമായി കൈകോർക്കുന്നു. കോൺഗ്രസുമായി അതിനുള്ള എല്ലാ സാധ്യതകളും തേടുന്നു. അവർ മുന്നണിയിലില്ല. അവരുടെ വെൽഫെയർ പാർട്ടി മുന്നണിക്ക് പുറത്താണ്. പക്ഷെ അവർ ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്കൊരു സീറ്റ് വേണ്ടേ? അല്ലെങ്കിൽ പല സീറ്റ് സാധ്യതക്കനുസരിച്ചുള്ള സീറ്റുകൾ വേണ്ടേ? അങ്ങനെ കൊടുത്ത ഒരു സീറ്റാണ് പേരാമ്പ്രയിലെ സീറ്റ് എന്ന് പറഞ്ഞത് ഈ വീഡിയോ ചെയ്യുന്ന ഞാനോ ഇവിടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെയോ CPIയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ നേതാക്കളാരുമല്ല. നൂർബിന റഷീദ് എന്ന് പറയുന്ന വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ ദിവസം രാജിവെച്ച ആ വനിതയാണ് ആദ്യമായി ഇത് തുറന്നു പറഞ്ഞത്. അവർ പാണക്കാട്ട് ശിഹാബ് തങ്ങളോട് ചോദിച്ചു അത്രേ, ഫാത്തിമ, പേരാമ്പ്രയിൽ മത്സരിക്കുന്ന ഫാത്തിമ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണോ എന്ന്. ഉത്തരം കിട്ടിയില്ല അത്രേ. ഉത്തരം കിട്ടാത്തതിൻ്റെ പേരിൽ അവരുടെ സംഘടനാ സംവിധാനം രാജിവെച്ച് അവർ പുറത്തേക്ക് പോകുന്നു.
പാർട്ടിയിലുണ്ട്. സംഘടനയുടെ അധികാരങ്ങളിലൊന്നും അവരില്ല. അവരന്ന് പത്രസമ്മേളനം നടത്തി, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു പോയ കാര്യങ്ങളിൽ കൃത്യമായൊരു മറുപടി പറയാൻ ലീഗ് നേതൃത്വത്തിന് സാധിച്ചു. തൊട്ടു മുമ്പ് സംസ്ഥാനത്തെ മുൻ മന്ത്രിയായിരുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ മറ്റൊരു തനിപ്പകർപ്പ്, മറ്റൊരു വേഷമാണ്. അത് LDFിൻ്റെ കൊട്ടയ്ക്കകത്താണ്. മന്ത്രിസ്ഥാനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വിശ്രമ ജീവിതത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അഹമ്മദ് ദേവർകോവിൽ വേറൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഫാത്തിമ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ്. പേരാമ്പ്രയിൽ ഇലക്ഷൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പേരാമ്പ്രയുടെ ഒരു പരിസര പ്രദേശത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഫാത്തിമയ്ക്ക് സ്വീകരണം ഒരുക്കുന്നു. ഫാത്തിമ അവിടെ പങ്കെടുക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നു. അതൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊക്കെ എന്തോ ആവട്ടെ, ഇവിടെ ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഫാത്തിമ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണോ? അങ്ങനെ ഒരു നോമിനേഷൻ്റെ ഭാഗമായാണോ ലീഗിൻ്റെ സീറ്റ് അവർക്ക് കിട്ടുന്നത്, അവർ മത്സരിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വമാണ്. അങ്ങനെ വരുമ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണെങ്കിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മതേതരർ പക്ഷേ ചോദിച്ചേക്കാം. ഈ മതേതരരാണല്ലോ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പറയാം, 1941 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 6 വർഷം മുമ്പ് ഔല മൗദൂദി സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം ഒന്നുമല്ല മുദ്രാവാക്യം, ശരീഅത്ത് നിയമമാണ്. തികച്ചും 100% ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനം, ഇസ്ലാമിൻ്റെ സംഘാടനം എന്നാണ് അതിൻ്റെ പരിപൂർണമായ അർത്ഥം. എന്താണ് ഭരണഘടന? ഖുർആൻ സുന്നത്ത് അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന. അതാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എങ്കിൽ അതിനെ കൂടെ കൊണ്ടു നടന്ന് ചുമക്കാൻ കോൺഗ്രസ് കാണിക്കുന്ന ഈ ഔത്സുക്യമുണ്ടല്ലോ, ആ ഔത്സുക്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് തിരിച്ചറിയാത്ത ആളുകൾ UDF സിന്ദാബാദ് എന്ന് പറഞ്ഞ് ഇതിന് പിന്നാലെ ഓടുന്നത് വല്ലാത്ത വിഷമത്തോടെ, വേദനയോടെ കണ്ടു നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇനി ഇവരൊക്കെയാണ് ജയിച്ച് സംസ്ഥാനത്തിൻ്റെ അധികാര കേന്ദ്രത്തിൽ എത്തുന്നത് എങ്കിൽ നാളുകളിൽ നമ്മുടെ നാടിൻ്റെ ഭാവി, നാടിൻ്റെ അവസ്ഥ എന്താകും എന്നുകൂടി ഈ ആവേശ കോൺഗ്രസ് കമ്മിറ്റിക്കാർ ഒന്ന് ആലോചിക്കണ്ടേ. കഴിഞ്ഞുപോയ ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്ത് മഹാബലി ചക്രവർത്തിയുടെ ഭരണമായിരുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. സാമ്പത്തികമായി അഴിമതികൾ ഉണ്ടായിട്ടുണ്ട്. അത് അയ്യപ്പൻ്റെ കാര്യത്തിലായാലും മറ്റേത് ദൈവത്തിൻ്റെ കാര്യത്തിലായാലും അഴിമതി തന്നെയാണ്. സാമ്പത്തിക ആരോപണങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായ മറുപടി ഈ കാലം വരെ കിട്ടിയിട്ടുമില്ല. അതൊക്കെ പലതും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മനുഷ്യനൊരു സമാധാനമുണ്ടായിരുന്നു, ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ 9.5 വർഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അത് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഉപയോഗിക്കും, ഞങ്ങൾ സംഘടിതരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കാണ് ഈ മെയ് 4 ജനവിധി, ആ വോട്ടെണ്ണുന്ന ദിവസം കിട്ടുന്ന ആ വിധി കിട്ടുന്നത് എങ്കിൽ എന്തായിരിക്കും മാളോരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഈ UDFിൻ്റെ ഈ ദേഹണ്ഡം നടത്തുന്ന കോൺഗ്രസ്സുകാർ, UDFിന് വേണ്ടി ദേഹണ്ഡം നടത്തുന്ന ഈ കോൺഗ്രസ്സുകാർ അവരവരുടെ സ്വന്തം വീടുകളിൽ ഇരുന്ന് ഒരു വട്ടമെങ്കിലും ആലോചിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ആലോചിക്കും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.